അതുപോലെ തന്നെ ചെയ്ത ഒരു നല്ലൊരു വൺ മൂവിയായിരുന്നു അപ്പോത്തിഗിരി. അപ്പോൾ അപ്പോത്തിഗിരിയിലെ ഒരു സ്പെഷ്യൽ അപ്പിയറൻസ്, നല്ലൊരു സ്പെഷ്യൽ റോളായിരുന്നു. അതിന് ഒബ്വിയസ്ലി ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ടാവും. എന്നാലും എന്തായിരുന്നു അതിൻ്റെ റെസ്പോൺസ്? അപ്പോത്തിഗിരി എൻ്റെ അടുത്ത് ആ സിനിമ ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. കാര്യം ഞാൻ അങ്ങനെ ഒരു സാധനം ഇതുവരെ ചെയ്തിട്ടില്ല. ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് സിനിമകളെന്ന് എപ്പോഴും പറയാറുണ്ടെങ്കിലും ഒരു മെഡിക്കൽ ടേംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എക്സാമ്പിൾസ് ഒക്കെ കാണിച്ച് തന്നിട്ട് ഒരു ക്യാരക്ടർ സ്കെച്ചൊക്കെ ചെയ്തിട്ട് അത് മാധവ് രാംദാസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സംവിധായകൻ ആ സിനിമ ഏകദേശം ഒരു 2 വർഷത്തോളം അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ട്. അത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും അതിൻ്റെ ഒരു ക്യാരക്ടറിനെ പറ്റി പറയുമ്പോഴൊക്കെ പിൻ പോയിന്റ് ചെയ്തിട്ട് ഈവൻ ഇയാൾ മരിച്ചത് എന്ത് അസുഖം വന്നിട്ടാണ്, ഇതിൻ്റെ മാനറിസംസ് എന്താ, ഐ മീൻ ഇതിൻ്റെ സിംറ്റംസ് എന്താണ് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് ചെയ്യുമ്പോൾ എനിക്കൊരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഡോക്ടറായ കൊള്ളാൻ തോന്നിയോ അത് കേട്ടപ്പോൾ? അല്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൽ വേറെ ഒന്നും ആവാൻ താല്പര്യമില്ലാത്ത ആളാണ് ശരിക്കും. എൻ്റെ വൈഫ് ആ സിനിമ കണ്ടിട്ട് പേടിച്ച് കരഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാൻ കണ്ട കുറേ ഒരു 4-5 വയസ്സിന് താഴെയുള്ള പിള്ളേരൊക്കെ കുറേ നാൾ ഫ്രിഡ്ജ് തുറക്കാൻ പേടിയായിരുന്നു. ഇതിൻ്റെ അകത്ത് ആസിഫ് അങ്കിളുണ്ട് എന്ന് പറയുമായിരുന്നു. അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. പിന്നെ അതിൻ്റെ അകത്ത് ഈവൻ ജയേട്ടനെ പറ്റി നമ്മൾ എല്ലാവരും ഇപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. ഷൂട്ട് ചെയ്ത് ആ ഫുൾ ടൈം ഞങ്ങളൊരു 20-22 ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് ഷൂട്ട് ഉണ്ടായിരുന്നു. ആ ദിവസങ്ങളിലൊക്കെ ഒരു എന്താ പറയുക, ഒരു ഫ്രഷ് വെജിറ്റബിൾ സാലഡ്സ് മാത്രം കഴിക്കുക, വെള്ളം കുടിക്കുക, എല്ലാ ദിവസവും ലൊക്കേഷനിൽ നിന്ന് ഓടി റൂമിലേക്ക് പോവുക, ജോഗ് ചെയ്യുക. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് അത്രയും എഫേർട്ട് ചെയ്ത ഒരാളാണ്. അപ്പം അയാളുടെ കൂടെ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ജയേട്ടനോടെങ്കിലും ഒരു ജസ്റ്റിസ് നമ്മൾ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ച് ചെയ്തൊരു ക്യാരക്ടറാണ് അപ്പോഴത്തേക്കും.